സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, നമ്മുടെ ശബരിമല കേസിലെ പ്രധാന പ്രതിയായ തന്ത്രിക്ക് ജാമ്യം ലഭിച്ച കാര്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയ സാധാരണക്കാർ പോലും വർഷങ്ങളോളം ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ, ഈ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു പോക്കിനിടയിൽ തന്ത്രിയാണ് ഇതിലെ മുഖ്യപ്രതി എന്ന് കൃത്യമായിട്ടും തെളിവ് നിരത്തി ആദ്യം പറഞ്ഞത് നമ്മളാണ്. സാറ് തന്നെയാണ് തന്ത്രിയുടെ ഇതിലൊരു പ്രാധാന്യം ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്ത്രിക്ക് ഇപ്പൊ ജാമ്യം ലഭിക്കുന്നതിന്റെ ഒരു വിരോധാഭാസത്തെ കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് നമ്മളെ ഒരു നീതി ദേവത എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നീതി ദേവത. അതെ, കണ്ണ് മൂടിക്കെട്ടിയതാണ്. അതിന്റെ ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ റോമിൽ കണ്ണ് മൂടിക്കെട്ടിയ നീതി ദേവത പക്ഷപാതരഹിതത്തിന്റെ പ്രതീകമായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയാണ് ഇന്ത്യയിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതൽക്ക് തന്നെ കണ്ണ് മൂടിക്കെട്ടിയ നീതി ദേവത പക്ഷപാതരഹിതമായ നീതിന്യായത്തിന്റെ പ്രതീകമായി നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും വച്ചുകൊണ്ടിരുന്നത്. എന്ത് നീതി ജസ്റ്റിസിന്റെ ഇമേജ് ആണെങ്കിൽ നമ്മൾ ഇതാണ് കാണിക്കുന്നത്. എന്നാൽ 2024 ഒക്ടോബറിൽ ഈ കണ്ണ് മൂടിക്കെട്ടിയ നീതി ദേവതയെ ഇന്ത്യൻ കോടതി സങ്കല്പത്തിൽ നിന്ന് നമ്മൾ മാറ്റി. പകരം കണ്ണ് തുറന്നു നിൽക്കുന്ന നീതി ദേവതയാണ്. പുതിയ പ്രതീകം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞ ഇങ്ങനെയാണ്: ദ ലോ ഈസ് നോട്ട് ബ്ലൈൻഡ്, ഇറ്റ് സീസ് എവരിവൺ ഈക്വലി എന്നാണ്. കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള പുരോഗമനപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് പറഞ്ഞത് ആരാ പറഞ്ഞെന്ന് നോക്കണം. റൂൾ ഓഫ് ലോയെയും ഭരണഘടനയും ഒന്നിലേറെ പ്രാവശ്യം ബലാത്സംഗം ചെയ്ത് DY ചന്ദ്രചൂഡ് ആകുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങൾ കൂടെ വരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒറിജിൻ എവിടെയാണെന്ന് നമ്മൾ തേടിപ്പോകുന്നത്. അപ്പൊ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതല്ല. അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫോം എന്ന നോവലിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിങ്ങനെ പറയുന്നത്: all animals are equal but some animals are more equal than others. ആ വാചകത്തിൽ വന്നിരിക്കുന്നത് ഭരണവർഗം നിയമത്തെയും അതിന്റെ സിസ്റ്റത്തെയും തങ്ങൾക്കും മറ്റ് പ്രിവിലേജ് ക്ലാസിനും വേണ്ടി അട്ടിമറിക്കുന്നതിനെ കുറിച്ചാണ് ജോർജ് ഓർവെൽ പറഞ്ഞത്. എല്ലാവർക്കും തുല്യനീതി എന്ന ആപ്തവാക്യത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള പൊള്ളത്തരത്തിന്റെ ഒരു ഉദാഹരണമാണ് 41-ാം ദിവസത്തെ തന്ത്രിയുടെ ജാമ്യം നേടിക്കൊണ്ട് പുറത്തു വന്ന കാഴ്ച. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. കാരണം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് മറ്റു പ്രതികൾക്കെല്ലാം ഈ 90 ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണമുള്ള സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങി. രാജീവര് 41-ാം ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. അപ്പൊ ആ സ്വാഭാവിക നീതി പ്രശ്നത്തിലല്ല, അല്ലാതെ തന്നെ കിട്ടി. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ 40 ദിവസത്തിനിടയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. മറ്റുള്ളവർക്കൊക്കെ 90 ദിവസം കഴിയുമ്പോൾ ഉള്ള നാച്ചുറൽ കോഴ്സ് ഓഫ് ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ബെയിലായിരുന്നു. അത് 90 ദിവസത്തിനോട് നിങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ കുറ്റപ്രതിക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടാനുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട്. വേറെ അവരെല്ലാം നേരത്തെ അപേക്ഷിച്ച് കാണും, അവർക്കൊന്നും കൊടുത്തിട്ടില്ല കോടതികളെ. പക്ഷെ കണ്ഠരര് രാജീവിന് കൊടുക്കുന്നു. ഇതെന്താണെന്നുള്ളത്, ഇത് എന്തുകൊണ്ടാണ് കോടതികൾ ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് പറഞ്ഞത്, സം ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. ചിലർ എല്ലാത്തിന്റെ മുകളിലാണ്. ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചില പാട്ടെഴുത്തുകാരും പറയുന്ന പോലെ പോറ്റിയല്ല യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യപ്രതി. അത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. കാരണം ക്ഷേത്ര ചുറ്റും ചേർന്ന പ്രദേശമാണ് ക്ഷേത്ര മര്യാദ. അവിടെ എന്ത് പുതിയ പണി നടക്കണമെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും തന്ത്രിയുടെ രേഖാമൂലമുള്ള അനുമതി വേണം. തന്ത്രിയിലൂടെയാണ് ദൈവഹിതം അറിയുന്നത്. കാരണം ശബരിമലയിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിന്റെ തുല്യനായിട്ടാണ് നമ്മൾ തന്ത്രിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ധർമ്മശാസ്താവിന്റെ ഇംഗിതം തന്ത്രിയോടാണ് പറയുക. തന്ത്രിക്ക് ദൈവവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, അതോ ക്ഷേത്രവും വിഗ്രഹവും ആരാധനാ സമ്പ്രദായവും ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ശാസ്താവും തന്ത്രിയും തമ്മിലുള്ള ബന്ധവും സാങ്കല്പികമാണോ എന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: തന്ത്രിയുടെ അനുവാദത്തോട് മാത്രമേ ക്ഷേത്ര മര്യാദയ്ക്കുള്ളിൽ എന്ത് നടക്കൂ. തന്ത്രി അരുതെന്ന് പറഞ്ഞാൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് ക്ഷേത്ര മര്യാദയ്ക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ
ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പോലുള്ള ഇടനിലക്കാർക്കോ കഴിയില്ല. ശബരിമല സ്വർണം കട്ടയാളല്ല ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനിയും ആർക്കൊക്കെ കൈമറിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകാത്ത സ്വർണ്ണക്കൊള്ളയുടെ ഇടനിലക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തടസ്സമുണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ട് തടസ്സം മാറ്റിക്കൊടുത്ത മഹാമാന്ത്രികൻ. അത്രയും പുള്ളിയെ കുറിച്ച് പറഞ്ഞാൽ മതി. ആ മഹാമാന്ത്രികന്റെ നീക്കങ്ങളെ തടയാൻ കോടിക്കണക്കിന് ഭക്തരുടെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്ന ശബരിമല ധർമ്മശാസ്താവിന് കഴിഞ്ഞില്ല എന്നിടത്താണ് ദൈവം നിസ്സഹായനായി പോകുന്നത്. നമ്മളവിടെ പോകും, ദൈവത്തിന് കാണാൻ, അതിനാണ് ദൈവം പോലും നിസ്സഹായരായി പോകുന്നു ചില സമയങ്ങളിൽ. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ചെമ്പ് തെളിഞ്ഞ ഭാഗങ്ങളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പിന് സമ്മതം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഈ മുരാരി ബാബുവിന് കൊടുക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി മുരാരി ബാബു അത് തന്ത്രിക്ക് കൈമാറുന്നു. ഇവിടെയാണ് സ്വർണ്ണ മോഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അംഗങ്ങളും മന്ത്രിയും മറ്റു രാഷ്ട്രീയക്കാരും ചേർന്ന് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു എന്ന് കരുതുക. എന്നാൽ ഈ ഗൂഢപദ്ധതി ഒറ്റയടിക്ക് പൊളിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു തന്ത്രി. 3 തലങ്ങളിലാണ് തന്ത്രിക്ക് അതിന് കഴിയുമായിരുന്നത്. ഒന്ന്, തന്ത്രി ധർമ്മശാസ്താവിന്റെ പിതൃതുല്യനാണ്, ദൈവഹിതം നേരിട്ടറിയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ തന്റെ സ്വർണം മോഷ്ടിക്കാനുള്ള പോറ്റിയുടെ മറ്റുള്ളവരുടെ ചില ഗൂഢനീക്കത്തെ കാണാൻ ഉള്ള കഴിവ് ശബരിമല ധർമ്മശാസ്താവിന് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ കാര്യം ധർമ്മശാസ്താവ് തന്റെ പിതൃതുല്യനായ തന്ത്രിയോട് പറഞ്ഞില്ല? അപ്പോൾ ദൈവഹിതം അനുസരിച്ചാണ് വാതിൽപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും വീണ്ടും സ്വർണം പൂശാനുള്ള അനുവാദം താൻ കൊടുത്തത് എന്ന തന്ത്രിയുടെ വാദത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ ദൈവം ഇതൊന്നും അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആളാകണം, അല്ലെങ്കിൽ ദൈവം ഗൂഢാലോചനയെക്കുറിച്ച് തന്ത്രിയെ നേരാമണ്ണം അറിയിച്ചിട്ടും സ്വർണ്ണക്കൊള്ള തടയാൻ ഉത്തരവാദിത്തപ്പെട്ട തന്ത്രി ദൈവഹിതത്തിനെതിരായി സ്വർണ്ണക്കൊള്ള നടത്താനുള്ള സുപ്രധാനമായ അനുവാദം കൊടുത്തു എന്നല്ലേ? ശബരിമലയിലെ പൂജാരിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും മന്ത്രിമാരും ഒക്കെ മാറി മാറി വരും. എന്നാൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരാൾ അത് തന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം തേഞ്ഞ് ചെമ്പായി മാറുന്നത് കണ്ട് ബോധ്യമാകാൻ ഏറ്റവും സാധ്യതയുള്ളതും ഈ തന്ത്രിക്കാണ്. തന്ത്രി എന്തേ ഇക്കാലം അത്രയും അത് കണ്ടില്ല? നേരത്തെ തന്നെ ഇത് കണ്ടിരുന്നെങ്കിൽ തന്ത്രി ആയിരുന്നില്ലേ സ്വർണത്തിലെ ചെമ്പ് തെളിയുന്ന കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ടിയിരുന്നത് ആദ്യമായിട്ട്, അല്ലേ? എന്തുകൊണ്ട് തന്ത്രി അത് ചെയ്തില്ല? തന്ത്രിയുടെ കണ്ണിൽ സ്വർണ്ണ തിമിരം ബാധിച്ചിരുന്നു. ഇനി വാതിൽപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും ചെമ്പ് തെളിഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും സ്വർണം പൂശണമെന്നും അതിനുവേണ്ടി വരുന്ന ചിലവ് താൻ സ്പോൺസറെ കണ്ടെത്തി ശരിയായിക്കൊള്ള എന്നും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ, അതും ദൈവഹിതം അനുസരിച്ച് തീരുമാനമെടുക്കാൻ തന്ത്രിയുടെ കയ്യിലേക്ക് ബന്ധപ്പെട്ട ഫയൽ എത്തിയപ്പോൾ ഒരു പരിശോധന നടത്താൻ തന്ത്രി എന്തിനാണ് സമ്മതപത്രം കൊടുത്തത്? ഈ കത്ത് നൽകിയ പോറ്റിയെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തന്നെ ഈ തന്ത്രിയാണെന്നിരിക്കെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി പോറ്റിയല്ല, തന്ത്രിയാണ്. ക്ഷേത്ര മര്യാദയ്ക്കകത്തുള്ള ഒരു സാധനം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ നോക്കണം, BJMLA കൊടുത്ത സ്വർണം കൊണ്ട് മേൽക്കൂരയും മറ്റും സ്വർണം പൂശിയപ്പോൾ അവിടെ മേൽക്കൂരയിൽ ചെറിയൊരു ചോർച്ച കണ്ടെത്തി. ആ ചോർച്ച അന്ന് ഇല്ലാതാക്കിയത് പണിക്കാർ ക്ഷേത്രത്തിൽ വന്ന് പണി ചെയ്താണ്. അതായത് കൊണ്ടുപോയിട്ടല്ല, വെളിയിലെങ്ങും കൊണ്ടുപോയിട്ടില്ല. ക്ഷേത്രത്തിലെ സാധനങ്ങൾ യാതൊരു കാരണവശാലും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോയി കൂടാ എന്നിരിക്കെ വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയുടെ വെളിയിൽ, അതും അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ കൊടുത്തയക്കുന്നതിനെ തന്ത്രി എന്തുകൊണ്ട് തടഞ്ഞില്ല? അപ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കുള്ള ഏറ്റവും നിർണായകമായ പങ്ക് വെളിവാകുന്നത്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കാതിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ലായിരുന്നു. ഇതിലൊക്കെ ദൈവഹിതവും ഭരണപരവുമായ തീരുമാനമെടുക്കേണ്ട തന്ത്രിയല്ലേ വാസ്തവത്തിൽ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി? ദൈവഹിതം അറിയാവുന്നയാളെന്ന നിലയിലും ഔദ്യോഗിക ചുമതലകൾ ഉള്ളയാളെന്ന നിലയിലും ഒരു ഭക്തൻ എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും തന്ത്രി തെറ്റ് ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ മുഖ്യപ്രതി അയാളാണ്. എന്നിട്ടും
41 ദിവസം മജിസ്ട്രേറ്റ് അയാൾക്ക് ജാമ്യം കൊടുത്തു. വിശപ്പ് അകറ്റാൻ വേണ്ടി, ഭാര്യയുടെയും മക്കളുടെയും ദൈനംദിന പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മോഷണം നടത്തുന്ന നമ്മുടെ നാട്ടിലെ എത്ര കള്ളന്മാർ ശിക്ഷ മേടിച്ച് ജയിലിൽ ഇപ്പോഴും കഴിയുന്നുണ്ടാവും? എത്ര കള്ളന്മാർ ഇനിയും ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടാകും? ഈ ആളുകളുടെ കോണ്ടക്സ്റ്റിലാണ് 41 ദിവസം ഇത്രയും വലിയ കൊള്ള നടത്തിയ പെരുങ്കള്ളനെ കോടതി 41 ദിവസം ആകുമ്പോൾ ജാമ്യം കൊടുത്ത് പുറത്ത് വിടുന്നത്. ഇതിന്റെ ഇടയിൽ വേറെ ഒരു വാർത്തയും കൂടെ ഞാൻ യൂട്യൂബ് ചാനലും ചില ഓൺലൈനിലും ഒക്കെ ഉണ്ട്. അതായത് തന്ത്രിയെ മാറ്റാനുള്ള എന്തോ ചില ചർച്ചകളും നീക്കങ്ങളും ഔദ്യോഗിക തലത്തിൽ നടക്കുന്നുണ്ടത്ര. അപ്പൊ അതിനെതിരായിട്ടാണ് ഈ പറയുന്നത്, മനസ്സിലായോ? അതിനെതിരായിട്ടാണ് ഈ പറയുന്നത്. ഇത് മാത്രമല്ല, വാസ്തവത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ നിയമം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ തന്ത്രി പദം എന്ന് പറയുന്ന ആ പോസ്റ്റ് ഉണ്ടല്ലോ, അത് എലിമിനേറ്റ് ചെയ്യാനോ പാർട്ടീഷൻ ചെയ്യാനോ പാടില്ല എന്ന് നിയമമുണ്ട്. ആ നിയമം നിലനിൽക്കുകയാണ് ഇയാള് മാവേലിക്കര കോടതിയിലോ മറ്റോ പോയിട്ട് ഇത് ഇയാളുടെ സഹോദരന്റെ ആ മറ്റു കുടുംബം അവർക്കുമായിട്ട് ഭാഗിച്ചും എടുക്കുന്നത്, മനസ്സിലായോ? അതായത് ദേവസ്വം ബോർഡിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ആ മജിസ്ട്രേറ്റ് മുമ്പ് ഇപ്പൊ മജിസ്ട്രേറ്റ് മുമ്പ് തന്ത്രിയൊക്കെ പോയ എന്ത് ഉത്തരവും കിട്ടും, മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ശബരിമല അടിച്ചു മാറ്റാൻ അനുവാദം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. അത്ര എന്നിട്ട് ഈ തന്ത്രിയെ മാറ്റാൻ പോകുന്നു എന്ന എവിടെയോ ഒരു വാർത്ത കേട്ടപ്പോൾ അതിൽ അസ്വസ്ഥരാകുകയാണ് നമ്മുടെ മാധ്യമങ്ങള്. അതായത് ബ്രാഹ്മണന് ഒന്നും ചെയ്യാൻ പാടില്ല, ഒരേ തെറ്റ് ബ്രാഹ്മണനും മറ്റുള്ളവരും ചെയ്താൽ ബ്രാഹ്മണന് ശിക്ഷയില്ല, മറ്റുള്ളവർക്കാണ് ശിക്ഷ. ബ്രാഹ്മണൻ അവൻ ഏറ്റവും അവസാനം പറഞ്ഞു, ഞാൻ ദൈവഹിതം അനുസരിച്ച് പറഞ്ഞു. ദൈവഹിതം പരിശോധിക്കാൻ കോടതിയിലെ വകുപ്പുണ്ട്. എങ്ങനെയാണ് ദൈവഹിതം? ദൈവം അതാണല്ലോ കോൺസെപ്റ്റ്. പുള്ളി പറയണോ അങ്ങനെ? പുള്ളി വളരെ സേഫ് ആയിട്ട് ഇത് പറയണം നോക്കണം. ഞാൻ ദൈവഹിതം അനുസരിച്ചാണ് ചെയ്ത്. ദൈവഹിതം പരിശോധിക്കാൻ കോടതിക്ക് എങ്ങനെ കഴിയും? ദേവൻ ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? അതനുസരിച്ചല്ലേ അയാൾ ചെയ്യേണ്ടേ? അയാൾ ഞാൻ ദൈവഹിതം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു പോകും കേട്ടോ. രക്ഷപ്പെട്ടു പോകും. ദൈവഹിതത്തിൽ തലയിൽ വെക്കുന്നത് ശബരിമലയിൽ തന്നെ പണ്ട് പുറത്തു വന്നൊരു വാർത്ത ഞാൻ ഓർക്കുന്നു. ഒരു തന്ത്രിയുടെ അടുത്ത്, തന്ത്രിയാണോ പൂജാരി, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന ഒരു അധ്യാപികയായ യുവതിയില് ദൈവം പറഞ്ഞു എനിക്ക് നിന്നിലൊരു പുത്രനെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് ശബരിമലയിലെ തിരുമേനിക്ക് ഇപ്പൊ ഒരു കുട്ടിയുണ്ട് ആ സ്ത്രീയില്. അപ്പൊ എല്ലാം ദൈവം പറഞ്ഞു. ഉത്തമപുത്രനായിരിക്കും ആ കുട്ടി. അപ്പൊ അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരിയും മാംസവും കൂടെ ചേർത്ത് ആഹാരം ഉണ്ടാക്കി രണ്ടുപേരും കൂടെ നെയ്യ് ചേർത്ത് കഴിച്ചു കാണും. ഉറപ്പായിട്ടും സാർ. ഏതായാലും ഇവിടെ ഈ വിഷയത്തിൽ പറയുമ്പോ ഇങ്ങനെ സാർ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞൊരു വേർഡ് ഞാൻ എടുത്തു പറയാണ്, അണ്ടർ ട്രയൽ തടവുകാരുണ്ടല്ലോ, അവരുടെ ഒരു പ്രശ്നം ഈ നീതിന്യായ വ്യവസ്ഥയിൽ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പൊ ഞാൻ അവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട് അവർക്ക് വക്കീലിനെ ഏർപ്പെടുത്താൻ കഴിയില്ല, അവർക്ക് അതിന്റെ ജാമ്യത്തിൽ കെട്ടിവെക്കാൻ കഴിയത്തില്ല. നമ്മൾ ഓർമ്മയില്ല മറ്റേ എന്താണ് ഒരു ഇതുണ്ടല്ലോ ബോബിച്ചമണ്ണു, അയാളെ എന്തോ കേസിന് വെച്ചിട്ടപ്പം അയാൾക്ക് ജാമ്യം കൊടുത്തു കണ്ടീഷണൽ ബെയില്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഈ ബെയിൽ സ്വീകരിക്കും, ഞാൻ ഇവിടെ തന്നെ ജയിലിൽ തന്നെ 2 ദിവസം കൂടെ ഇരിക്കുന്നു. ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് മനുഷ്യർ ചെറിയൊരു 5000 രൂപയൊക്കെ കെട്ടിവെക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കിടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു, ഞാൻ അവരുടെ പൈസ അവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിൽ ജാമ്യം കൊടുത്ത ജഡ്ജി കോടതിയോട് കളിക്കരുത് എന്ന് അട്ടഹസിക്കുകയാണ്, മനസ്സിലായോ? ഞങ്ങൾ കോടതി പഠിപ്പിക്കുന്നു. ആരെ പഠിപ്പിക്കാനാണ് കോടതി? അയാളുടെ റൈറ്റ് അല്ലേ കണ്ടീഷണൽ ബെയിൽ. എനിക്ക് വേണ്ടടാ തന്റെ കണ്ടീഷണൽ റൈറ്റ് എന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ലേ? കോടതി തന്ന ഉപാധിയുള്ള ജാമ്യം എനിക്ക് വേണ്ട. ഇനി ജയിലിൽ കുറെ പേര് ജാമ്യത്തുക പോലും കെട്ടിവെക്കാൻ 10,000-50,000 രൂപയുടെ ജാമ്യത്തുക പോലും കെട്ടിവെക്കാൻ ഇല്ലാത്തവര്, ചെറിയ മോഷ്ടാക്കൾ കിടക്കുമ്പോൾ അവരുടെ ജാമ്യത്തുക എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് കെട്ടിവെക്കാനുള്ള റൈറ്റ് എനിക്കില്ല ആസ് എ സിറ്റിസൺ. അത് ചോദ്യം ചെയ്യാൻ കോടതിക്ക് എന്താണ് റൈറ്റ് ഉള്ളത്? അതെ, ഉറപ്പായിട്ടും സാർ. ഇപ്പോ സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയൊരു കണക്ക് വെച്ചിട്ട് എന്റെ അറിവില് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ട് ഇപ്പോ ആകെ ജയിലിൽ നമ്മുടെ തടവുകാർ 5 ലക്ഷത്തിന് മുകളിലാണ്. അതിൽ അണ്ടർ ട്രയൽ തടവുകാര് ഇന്ത്യയിലെ ജയിലുകളില്, ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അതിൽ ഒരു 4.5 ലക്ഷം വരെ ഉള്ളത് അണ്ടർ ട്രയൽ തടവുകാരാണ്. അതായത് 75% മുകളിലുള്ളതും ഇതുവരെ തീർപ്പാക്കാത്ത അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഇപ്പൊ കിടക്കുന്നതിൽ 75% അധികം ഉള്ളത്. അതെ,
അപ്പൊ ഇങ്ങനെ ഈ കേസുകളുടെ ഇങ്ങനെ വിചാരണ നീണ്ടു പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ 75% പേര് ഇപ്പോഴും ശിക്ഷിക്കപ്പെടാത്തവരാണ് അകത്ത് കിടക്കുന്നത്. ആ കിടക്കുന്നതിൽ ഒരുപക്ഷെ 99% ജാമ്യാപേക്ഷ കൊടുക്കാൻ കഴിവില്ലാത്തവരോ, വക്കീലിനെ വെക്കാൻ കഴിവില്ലാത്തവരോ, ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിവില്ലാത്തവരാണ്. കാരണം ചെറിയ മോഷണം നടത്തുന്ന ഒരു കള്ളൻ, അവന് 20,000 രൂപ ജാമ്യം കെട്ടിവെക്കാൻ പറഞ്ഞാൽ അവൻ ജയിലിൽ കിടക്കുന്നവന് അവന്റെ മക്കളോ ഭാര്യമാരോ ഇനി മോഷ്ടിക്കാൻ പോകണം, എന്നാലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ സാങ്കേതികപരമായിട്ട് അവർക്ക് ജാമ്യത്തുക കെട്ടിവെക്കുന്നില്ല. അവരുടെ ജാമ്യ അപേക്ഷ നീക്കണമെങ്കിൽ ഒരു വക്കീൽ വേണ്ടേ? അതുമില്ല. അവരവിടെ കിടക്കുകയാണ് ഇത്രയും നാളായിട്ട്. അപ്പോഴാണ് ഈ തന്ത്രി മാന്യൻ അയാൾക്ക് 41 ദിവസം കഴിയുമ്പോൾ കോടതി ജാമ്യം കൊടുത്ത് പുറത്തു വരുന്നത്. ആരും അതിനെ എതിർത്തൊന്നും പറയുന്നില്ല. ബ്രാഹ്മണൻ ചെയ്താൽ എതിർക്കില്ല കേട്ടോ. ബ്രാഹ്മണൻ എന്ത് ചെയ്താലും എതിർക്കില്ല, ആരും എതിർക്കില്ല. ഉറപ്പായിട്ടും സാർ. എന്തായാലും ഈ ഒരു വിഷയം ശരിക്കും ആദ്യം സാറ് തന്നെയാണ് പറഞ്ഞത്, തന്ത്രിയാണ് മുഖ്യപ്രതി എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ഒരാൾ സാറാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പൊ 41-ാം ദിവസം ഒരു ഇതുമില്ലാണ്ട് ആള് പുറത്തു വരികയാണ്. ഈ സാധാരണ സാറ് പറഞ്ഞതുപോലെ വിശപ്പടക്കാൻ മോഷണം നടത്തുന്നവനൊക്കെ ഇപ്പോഴും അകത്ത് കിടക്കുമ്പോഴാണ് ഭഗവാനെ തന്നെ വിറ്റ് തിന്നവന്മാര് പുറത്തേക്ക് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മുഖ്യ ആള്. അതെ. എന്തായാലും ഇതൊക്കെ ഇത്തരം കേസുകൾ സമൂഹത്തിന്റെ നീതിയിലുള്ള വിശ്വാസത്തെ എങ്ങനെയാ ബാധിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നില്ല സെൻസിബിൾ ആയിട്ടുള്ള മനുഷ്യർക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടെന്ന്. എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. ബട്ട് മേ ബി 15 years back ago ഏതൊരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വന്നിട്ട് പറഞ്ഞ ഇതുണ്ട്. അതായത് ലോവർ കോടതികളിൽ ഒരു 40-50% അഴിമതി ഉണ്ടെന്ന്. മനസ്സിലായോ? എനിക്ക് ആ ജഡ്ജിന്റെ പേര് ഓർമ്മയില്ല. സോറി, ജഡ്ജിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അത് ലോവർ കോടതി മുകളിലത്തെ കോടതിയിൽ ഉണ്ടെന്ന് പുള്ളി പറയുന്നില്ല. മുകളിലത്തെ കോടതിയിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മളിവിടെ ഒരു ചെറിയൊരു കഷ്ണം ഒരു ബ്രെഡ് ആഹാരം മോഷ്ടിച്ച മധുവിനെ ആദിവാസിയെ തല്ലിക്കൊന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ മീഡിയ എന്നോട് റിയാക്ട് ചെയ്തത്? അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് അഡ്രസ് ചെയ്യാൻ നമ്മളാരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പോയിട്ടുണ്ടോ? ഈ തന്ത്രി ഇപ്പൊ തന്ത്രി വീട്ടിൽ വരും, തന്ത്രി ഇനി പറയാൻ പോകുന്ന മഹത്വചനങ്ങളെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും. നമ്മുടെ ഗതികേടാണ് ഇനിയുള്ള ദിവസങ്ങള്. പിന്നെ ബേസിക്കലി നമ്മുടെ ഒരു ബേസിക് ഫ്രോഡ് ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാലോ അല്ലെ? മകര സംക്രാന്തി ഒരു വിളക്ക് വെക്കുമല്ലോ, വിളക്ക്. ആ വിളക്ക് എത്രയോ നാള് വരെ ഇത് അവിടെ ഈ സമയമാകുമ്പം അവിടെ എന്താണ് സ്വയംഭൂവായിട്ട് ഇത് കത്തുന്നതാണെന്ന് പറഞ്ഞ് എത്രയോ നാളുകൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എൽസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് കത്തിക്കുന്നതാണ് അത്. ഒടുക്കം എനിക്ക് കൊണ്ട് 10 വർഷത്തിനു മുമ്പ് ദേവസ്വം ബോർഡ് ഒഫീഷ്യലായിട്ട് പത്രസമ്മേളനം വെച്ച് പറഞ്ഞു ഇത് ഞങ്ങൾ കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു. അവർ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ കത്തിക്കുന്നതാണ്. ഇത്രയും നാള് ഇത് അവിടെ സ്വയംഭൂവായി കത്തുന്നു പറഞ്ഞ് എത്ര കോടി മനുഷ്യരെ പറ്റിച്ചിട്ടുണ്ട്. എത്ര കോടി മനുഷ്യർ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതായത് അവിടെ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രമാണോ അയ്യപ്പന്റെ ക്ഷേത്രമാണെന്നുള്ള ഇപ്പോഴും ആളുകൾക്ക് വ്യക്തതയില്ല. കാരണം അയ്യപ്പൻ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആയിരുന്നു എന്നാ പറയുന്നത്. അയ്യപ്പൻ അവസാനം പറയുന്നത് ഒരു അമ്പെടുത്ത് വില്ലിലെ അമ്പ് ഒരു അമ്പ് ചെയ്തിട്ട് എവിടെ പോയി നിൽക്കുന്നു അവിടെ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം പണിയണമെന്ന് പറയുന്നു. അവിടെ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം പണിയുന്നു. ആ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് അയ്യപ്പൻ അതിനകത്ത് കയറിയിട്ട് അതേക്ക് അയ്യപ്പൻ ലയിച്ചു എന്നാണ് ഈ പറയുന്നത്. നമ്മൾ നോക്കണം, ഇപ്പൊ നെയ്യാർ ഡാം, നെയ്യാറ് ഒഴുകി വന്ന് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നെയ്യാറുണ്ടോ? കടലിലേ ഉള്ളൂ. അപ്പൊ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ ഉണ്ടോ? ഇല്ലല്ലോ, ധർമ്മശാസ്താവില്ലേ ഉള്ളൂ. ധർമ്മശാസ്താവിന് മിത്ത് പറയുന്ന അനുസരിച്ച് മഹാവിഷ്ണുവിനും ശിവനും കൂടി ഉണ്ടാകുന്ന പുത്രനാണ് സ്വവർഗ സംഭോഗത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മഹാവിഷ്ണുവിനും ശിവനിൽ നിന്നുണ്ടാകുന്നത്. ധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണയും പുഷ്കലയും. അപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവുള്ള ക്ഷേത്രത്തിൽ അയ്യപ്പൻ ലയിച്ചു കഴിഞ്ഞ ധർമ്മശാസ്താവ് ആയിരിക്കുന്ന ആ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ വലിയ ചർച്ചയല്ലേ ഇപ്പോഴും. SSS നിലപാട് പറയണം, ഗവൺമെന്റ് നിലപാട് പറയണം, സുപ്രീം കോടതി 7 അംഗ ബെഞ്ച് വിധി പറഞ്ഞിട്ട് പോലും നമുക്ക് സ്വീകാര്യമല്ല. വൈ? മനുഷ്യ സമൂഹത്തിലെ 50% സ്ത്രീകൾക്ക് കയറാൻ അനുവദിക്കാത്ത ദൈവത്തിനെ
അത്രയും അന്യായമാണ് ഈ സ്വർണ്ണക്കൊള്ളാന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് കൊടിയ അന്യായം. 50% ഓഫ് ദ പോപ്പുലേഷൻ അവരെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ എന്തൊക്കെയോ പോകുന്ന പറയണത്. അപ്പൊ അത്രയും വലിയ കൊടിയ പാപമൊന്നും അല്ല ഈ തന്ത്രി ചെയ്തിരിക്കുന്നത്. അപ്പം ദൈവം ചെയ്യുന്ന പാപം വെച്ച് നോക്കുകയാണെങ്കിൽ തന്ത്രി ഇനി എന്തൊക്കെയോ മഹാപാപങ്ങൾ ചെയ്യാനിരിക്കുന്നു. ഇതൊക്കെ ചെറുത്. ഉറപ്പായിട്ടും സർ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ.